ഹായ് ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആബിദ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വയം സ്നേഹിക്കുന്നത് വഴി നമ്മുടെ ജീവിതം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം, എങ്ങനെ വിജയം കൈവരിക്കാം, അതുപോലെ എങ്ങനെ ആയിട്ട് ഒരു മൈൻഡ്ഫുൾ ആയിട്ട് എങ്ങനെ ജീവിക്കാം എന്നൊക്കെ നോക്കാനാണ്. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സ്വയം സ്നേഹിക്കാൻ 50 വഴികൾ. ഓക്കെ, അതിൽ ഒന്നാമത്തേത് നമ്മുടെ മൈൻഡാണ്, മനസ്സ്, ഉള്ളിൽ നിന്നുള്ള മാറ്റം. ഒന്നാമത്തെ കാര്യം, ഈ മനസ്സിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കാം. നമ്മൾ എങ്ങനെയാണോ, നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ അംഗീകരിക്കാം. ഓക്കെ, അതിൽ നമുക്ക് കുറവുകളുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കുറവുകൾ സ്വീകരിക്കാം. നമുക്ക് ഇന്ന ഇന്ന വീക്ക്നെസ്സുകൾ ഉണ്ട്, കുറവുകളുണ്ട്, മിസ്റ്റേക്കുകൾ ഉണ്ട്, അത് അംഗീകരിക്കുക. അത് ഇല്ല എന്നല്ലാതെ, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ നമ്മൾ തന്നെ സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നതിലുപരി നമ്മൾ അംഗീകരിക്കുക. ഓക്കെ, എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. ഇപ്പൊ തന്നെ പകുതി പ്രോബ്ലം സോൾവ് ആവുന്നതാണ് നമ്മൾ അത് അംഗീകരിക്കുന്നതോട് കൂടിയിട്ട്. അതേപോലെ എനിക്ക് ഞാൻ മതി എന്ന് സ്വയം പറയാം. ഇത് ഒരു സെൽഫിഷ് അല്ല, മറിച്ച് ഞാൻ ഇങ്ങനെയാണ്, പക്ഷെ എനിക്കത് മതി, ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട് ഓക്കെ ആ ചിത്രത്തിലേക്ക് നമ്മൾ എത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓരോ ദിവസവും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇപ്പോഴുള്ള നമ്മൾ അംഗീകരിക്കാതെ മറ്റൊരു ആളെ നോക്കിയിട്ട് അവരെ പോലെ ആയെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു പ്രൗഡ് വേണം, ഒരു ഈ ഒരു സംതൃപ്തി വേണം നമ്മളിൽ. അതുപോലെ നാലാമത്തെ കാര്യം, നെഗറ്റീവ് സെൽഫ് ടോക്ക് ഒഴിവാക്കാം. എനിക്കൊന്നിനും പറ്റൂല, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഞാൻ പണ്ടേ ഇങ്ങനെയാണ്, എനിക്കൊരു കാര്യം ചെയ്ത മുഴുവനാക്കാൻ കഴിയൂല, എനിക്ക് കൺസിസ്റ്റൻസി നിലനിർത്താൻ കഴിയുന്നില്ല, ഞാൻ എന്താ ഇനിയിപ്പോ എന്താ ചെയ്യാ, എല്ലാരും നല്ലതാണല്ലോ, ഞാൻ മാത്രം ഇങ്ങനെ ഇങ്ങനെ നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ നെഗറ്റീവായിട്ട് പറയുന്നത് ഒഴിവാക്കുക. അത് നമ്മളോട് പറയുന്നത് ഒഴിവാക്കുക, നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതും. നിങ്ങളൊക്കെ ഇങ്ങനല്ലേ, ഞാൻ അങ്ങനല്ല എന്നുള്ള രീതിയിൽ നമ്മളെ പറ്റി നെഗറ്റീവായിട്ട് പറയുന്നതും ഒഴിവാക്കാം. അഞ്ചാമത്തെ കാര്യം, മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യാതിരിക്കുക. നമ്മൾ ഓക്കെ എന്റെ ലൈഫ് ഇങ്ങനെയാണ്, അവരുടെ അങ്ങനെയാണല്ലോ, അപ്പൊ എനിക്ക് അതേപോലെയുള്ള ലൈഫ് എനിക്ക് എന്താ കിട്ടാത്തത്, ഈ രീതിയിൽ താരതമ്യപ്പെടുത്താതിരിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകൾ എല്ലാ കാര്യത്തിലും നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതിരിക്കുക. ആറാമത്തെ കാര്യം, നിങ്ങളുടെ ശക്തികളെ തിരിച്ചറിയാം. ഏതൊരാളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു മേഖലയിൽ വീക്ക്നെസ്സും അതേപോലെ തന്നെ ഒരു മേഖലയിൽ ശക്തിയായിട്ടുമാണ്, അല്ലെ? ഒരു മേഖലയിൽ നമുക്ക് കുറവുകൾ ഉണ്ടാവും, പക്ഷെ മറ്റൊരു മേഖലയിൽ നമുക്ക് ശക്തി തെളിയിക്കാൻ കഴിയും, നമ്മുടെ കഴിവുകളെ തെളിയിക്കാൻ കഴിയും. അപ്പം എന്താണ് നമ്മുടെ കഴിവ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കാം, ഓരോ ശക്തികളായിരിക്കാം. എന്ന് വെച്ചാൽ ചിലർക്ക് ഉം ആളുകളുമായിട്ട് ഇടപഴകുന്നത്, നല്ല രീതിയിൽ ഇടപഴകാനും നല്ല രീതിയിൽ ആളുകൾ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ കഴിയും. അല്ലെങ്കിൽ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള കുറെ ശക്തികൾ ഉണ്ടാവും. മറ്റുള്ളവരെ ഹാപ്പി ആയിട്ട് എന്റർടൈൻ ചെയ്യിക്കാൻ കഴിയും. അപ്പം നിങ്ങളുടെ ശക്തി എന്താണെന്നുള്ളത്, ഇത് മാത്രമല്ല, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ശക്തികളെ തിരിച്ചറിയാന്നുള്ളതാണ്. ഏഴാമത്തെ കാര്യം, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. ഓക്കെ, നമ്മള് പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മൾ വലിയൊരു ഗോൾ സെറ്റ് ചെയ്യും, ആ ഗോൾ എത്തിയിട്ട് വേണം നമുക്ക് ആഘോഷിക്കാൻ എന്നുള്ള ചിന്തയില്. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും സന്തോഷം കണ്ടെത്തുക. ഇപ്പം ഏറ്റവും ചെറിയ കാര്യം പറഞ്ഞാല്, ഒരു ദിവസം ഞാൻ ഒരു 3 ടാസ്ക് ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ ടാസ്ക് 3 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് ആഘോഷിക്കാം. ഓക്കെ, ഞാൻ ഇന്ന് ഹാപ്പിയാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സംഭവം ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സാധനം ഞാൻ വാങ്ങുന്നു, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ കഴിക്കുന്നു, ഉണ്ടാക്കുന്നു, ഈ രീതിയിൽ ചെറിയ വിജയങ്ങളും ആഘോഷിക്കുക. എട്ടാമത്തെ കാര്യം, നിങ്ങളുടെ പിഴവിൽ നിന്ന് പഠിക്കാം. നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും, അല്ലെ? ആ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. അത് നമ്മുടെ റിലേഷൻസ്, നമ്മുടെ ബന്ധങ്ങളിലുള്ള കാര്യങ്ങളാവട്ടെ, മറ്റേതിലാവട്ടെ, നമ്മുടെ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളെ തെറ്റുകൾ, നമുക്ക് പറ്റുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കുക. ഒമ്പതാമത്തെ കാര്യം, നോ പറയാൻ പഠിക്കാം.
നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് നമ്മൾ യെസ് പറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെ, പീപ്പിൾ പ്ലീസിങ് എന്ന് പറയും. അപ്പം അത് നിർത്തുക. നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ശരീരത്തിനും ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ ഫോഴ്സ് ചെയ്ത് യെസ് പറഞ്ഞ് ചെയ്യിക്കാതിരിക്കുക. പലപ്പോഴും നമ്മൾ ചില യാത്രകളെ എനിക്കിഷ്ടല്ലേ പക്ഷെ ഓല് പറഞ്ഞോ പിന്നെ എങ്ങനെ വരാതിരിക്കുക വെച്ചിട്ട് വന്നതാണ്. അല്ലെങ്കിൽ ഈ ചില കല്യാണങ്ങൾ സൽക്കാരങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തിനു തന്നെ ആയാലും വിളിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാനോ പോവാനോ ആഗ്രഹമില്ല, പക്ഷെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു. അത് നിർത്തലാക്കാം. അവർക്കും നമുക്കും ഒരുപാടുള്ള സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. 10ാമത്തെ കാര്യം നിങ്ങളുടെ ഫീലിങ്സിന് വില കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും അതിനും വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ സ്വയം നമുക്ക് വില കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിന് വില കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നമുക്ക് തരിക? അല്ലെ, എനിക്ക് വിഷമമുണ്ട് എനിക്കൊന്ന് കരയണം, നമ്മൾ പോയി കരയണം. അല്ലാതെ എനിക്ക് വിഷമമുണ്ട് എനിക്ക് കരയണം പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അയ്യ കരയാനൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ അത് നമ്മളെ ഭയങ്കര താഴേക്ക് കൊണ്ടുപോവുക ചെയ്യാം. അപ്പം സ്വയം സ്നേഹിക്കാനുള്ള വഴികളിൽ മനസ്സിനെ സംബന്ധിച്ചുള്ള 10 വഴികളാണ് ഇനി പറഞ്ഞിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് ഹൃദയത്തെ കുറിച്ച് എന്ന് വെച്ചാൽ ഇമോഷണൽ കെയർ. ഓക്കെ, അതിൽ 1ാമത്തെ കാര്യമാണ് നിങ്ങളുടെ വേദനിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് ദൂരം പാലിക്കുക. അതൊരു പക്ഷെ ഫിസിക്കലി കഴിയുന്നുണ്ടാവില്ല, നമുക്ക് ശരീരം കൊണ്ട് അവിടുന്ന് മാറാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ദൂരം പാലിക്കേണ്ടത് മനസ്സുകൊണ്ടാണ്, ഹൃദയം കൊണ്ടാണ്. എങ്ങനെ? നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം, നമ്മുടെ കടമകൾ നിറവേറ്റാം. അതിൽ കൂടുതൽ അവരിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ അവരിലേക്ക് വീണ്ടും വീണ്ടും ചെന്നു കൊടുക്കാനോ പോവാതിരിക്കാം. നമ്മളെ വേദനിപ്പിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല ദൂരം പാലിക്കാം. അതുപോലെ 12ാമത്തെ കാര്യമാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവരോടൊപ്പം സമയം ചെലവഴിക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. അത് പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും, അവരെ സന്തോഷിപ്പിക്കുന്നത് വഴി നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അല്ലെ, ചെറിയ മക്കളൊക്കെ ഉള്ളവര് കൂടുതലും പരാതികളാ പറയാം. അവന് ഉറങ്ങൂല, അവന് എപ്പോഴും കരച്ചിലാണ്, അങ്ങനെ ഇങ്ങനെ. പക്ഷെ നേരെ മറിച്ച് നമ്മളും അവരോടൊപ്പം ഒന്ന് സന്തോഷിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന സമയത്ത് നമ്മുടെ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് മക്കളുള്ളവർക്കും അല്ലാതെ നമ്മുടെ വീട്ടിലെ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കും. 13ാമത്തെ കാര്യം പഴയ വിഷമങ്ങൾ വിട്ടയക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് പാസ്റ്റിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇറ്റ്സ് ഓക്കെ, അത് ഒഴിവാക്കാം. ഓക്കെ, നമ്മുടെ മൈൻഡിൽ നിന്ന് ഒഴിവാക്കാം. അത് ക്ഷമിച്ചു കൊടുക്കുക. നമ്മളെ വിഷമിപ്പിച്ചവർക്ക് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക, അവർക്ക് പുറത്തു കൊടുക്കുക, അവർക്ക് മാപ്പിനെ അപേക്ഷിക്കുക. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് മാപ്പിനെ അപേക്ഷിക്കുക, ദുആ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. നമ്മള് പഴയ വിഷമങ്ങൾ വിട്ടയക്കാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് പലരും പല ഫോട്ടോകൾ വരെ കണ്ടിട്ടുണ്ടാവും. അല്ലെ, നമ്മൾ വലിയ ഒരു ചാക്ക് നിറയെ വേസ്റ്റ് ഇട്ടിട്ട് അതും ഏറ്റിക്കൊണ്ട് നമ്മൾ നീന്താൻ ശ്രമിക്കുന്നത്, അതൊരിക്കലും നമുക്ക് മുകൾ പരപ്പിലേക്ക് എത്താൻ കഴിയില്ല അതിന്റെ കനം കൊണ്ട്. നേരെ മറിച്ച് ആ പുറകിൽ നിൽക്കുന്ന ആ വേസ്റ്റ് കണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലയിൽ വെച്ചിട്ടുള്ള ആ വേസ്റ്റ് കണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ, നമ്മൾ പുറത്ത് വെച്ചിട്ടുള്ള ആ ചാക്ക് കെട്ട് അതിന്റെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നീന്തി രക്ഷപ്പെടാനും അതേപോലെ തന്നെ ഈസിയായി മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. ഇത് നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അത് നമ്മൾ എഴുതിയിട്ട് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം അതാണ്. എന്റെ വിഷമങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുക, അത് എഴുതുക. എന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ പുറത്തു കൊടുക്കുക, നമ്മൾ മറ്റുള്ളവർക്കും പുറത്തു കൊടുക്കുക. ആ ക്ഷമിച്ചവർക്കും ആ വേദനിപ്പിച്ചവർ എന്തൊക്കെയാണ് ആരൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് അവർക്കൊക്കെ ക്ഷമിച്ചു കൊടുക്കുക, പുറത്തു കൊടുക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം, നമുക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇതെല്ലാം നമ്മുടെ മനസ്സമാധാനം കളയും. നമ്മൾ അത് തലവെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ, അതെല്ലാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സമാധാനമാണ് വർദ്ധിക്കുന്നത്. കൂടാതെ ഒരാള് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരത് മറന്നിട്ടുണ്ടാവും, നമ്മളാണ് അത് കൊണ്ട് നടക്കുന്നത്, നമ്മൾ നമ്മളെ തന്നെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അവസരം കൊടുക്കാതിരിക്കുക. 15ാമത്തെ കാര്യം നിങ്ങളുടെ മനസ്സ് തുറന്ന് എഴുതുക.
ജേണലിങ്. ജേണലിങ് എന്ന വാക്ക് വരുമ്പോൾ അതെന്താന്ന് ഉണ്ടാവും. നിങ്ങളെ മനസ്സ് തുറന്ന് കത്തെഴുതുക. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കത്തെഴുതിക്കൊണ്ടേ ഇരിക്കുക. അത്രേ ഉള്ളൂ. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കത്തെഴുതിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ മൈൻഡ് സെറ്റിനെ ഒരുപാട് മാറ്റം വരുത്തും. 16-ാമത്തെ കാര്യം, ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുക. ഒരു മീ ടൈം ഉണ്ടായിരിക്കുക. അത് ഒരു അരമണിക്കൂറാണെങ്കിലും എനിക്ക് എന്നെ തന്നെ നോക്കാൻ, എനിക്ക് വേണ്ട കാര്യങ്ങൾ എഴുതാൻ, എനിക്ക് പ്ലാൻ ചെയ്യാൻ, ടാസ്കുകൾ ചെയ്യാൻ, എന്നെ സ്നേഹിക്കാൻ, ഇതിനൊക്കെ എനിക്ക് കുറച്ച് ടൈം വേണം. അത് ചെലവഴിക്കുക. അത് ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കിയാൽ മതി, ഫോണിൽ എത്രത്തോളം സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അതിനൊന്നും സമയമില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര വാല്യൂ കൊടുക്കുന്നുണ്ട്, ഈ 24 മണിക്കൂറിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ 17-ാമത്തെ കാര്യം, കരയേണ്ടി വന്നാൽ കരയാ. അതൊരു റിലീസാണ്, നമുക്കൊരു മനസ്സമാധാനം തരുന്ന കാര്യമാണ് കരച്ചിൽ എന്ന് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവർ കണ്ടാൽ മോശമാണെന്ന് വിചാരിക്കേണ്ട കാര്യമല്ല. ഓക്കെ. 18-ാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സ് കേൾക്കുക. നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് നമ്മൾ കേൾക്കണം. കേട്ടോണ്ടിരിക്കുക, എന്നിട്ട് തിരുത്തിക്കൊണ്ടിരിക്കുക. ഏത് രീതിയിലാണ് പോണ്ടത്, ഓക്കെ അത് കുഴപ്പമില്ല, അത് വിട്. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ തിരുത്തിക്കൊണ്ടിരിക്കുക, നമ്മുടെ മനസ്സിനെ കേൾക്കുക. നമ്മളെ മനസ്സ് നെഗറ്റീവ് ടോക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ഓക്കെ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങുക. ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സുമായിട്ട് സംസാരിക്കുക. ഓക്കെ. 19-ാമത്തെ കാര്യം, എനിക്കിത് വേണം എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ബാക്കിയുള്ള എല്ലാവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളെ ശരീരത്തിന് നമ്മളെ മനസ്സിന് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പം എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് ഹാപ്പി ആവാൻ എന്താ വേണ്ടത്, എനിക്ക് എന്നെ സ്നേഹിക്കാൻ എന്താ വേണ്ടത്, അത് എങ്ങനെ എനിക്ക് എത്തുക, ഈ രീതിയിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കുക. എനിക്ക് വേണ്ടത് എന്താണ്, അതിനും വാല്യൂ ഉണ്ട്. നമ്മൾക്ക് വേണ്ട നമ്മളെ ആഗ്രഹങ്ങൾക്കും നമ്മളെ ചിന്തകൾക്കൊക്കെ വില ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. 20-ാമത്തെ കാര്യം, സ്വയം പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ, നമുക്ക് പലപ്പോഴും മോട്ടിവേഷൻ ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവാതെ സ്റ്റെക്കായി നിൽക്കാറുള്ളത്. അപ്പം ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, നീ ഇന്ന് കുറച്ച് തളർന്നാലും ഇന്നലെ വരെ നീ നല്ല രീതിയിലല്ലായിരുന്നു, അല്ലെങ്കിൽ നീ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ, നിനക്ക് ഇനിയും അതിനുള്ള കഴിവുണ്ട്, ഉം, നീ ഉഷാറാണ്, നിന്നെ പോലെ നീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക. ഈ മൂന്നാമത്തെ പ്രധാന കാര്യമാണ് ശരീരത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത്, ഫിസിക്കൽ കെയർ. അതിൽ ഒന്നാമത്തെ കാര്യം, മതിയായ ഉറക്കം ഉറപ്പാക്കുക. നമ്മുടെ ഉറക്കമാണ് നമ്മുടെ ശരീരത്തെ വീണ്ടും റിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം. ഓക്കെ, നമ്മൾ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് നമ്മുടെ കോശങ്ങളൊന്നും റിപ്പയറിങ് നടക്കൂല. എന്ന് വെച്ചാൽ റിപ്പയറിങ് എന്തിനാണ്, കേടുവന്ന കോശങ്ങളെ ഒഴിവാക്കാനും നല്ല കോശങ്ങളെ നിർമ്മിച്ചെടുക്കാനും. ഇത് രണ്ടും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ ചിട്ടയിലുള്ള ഉറക്കം വേണം. നമ്മൾ ശരിയായ രീതിയിൽ ഉറങ്ങണം. സമയത്തിന് ഉറങ്ങുക, സമയത്തിന് എണീക്കുക, ഓവറായിട്ട് ഉറങ്ങാതിരിക്കുക, ഈ രീതിയിൽ. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളുടെ ഒബിസിറ്റി, അതുപോലെ ഹോർമോണൽ കംപ്ലൈന്റുകൾ, നമ്മൾ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നോർമലൈസ് ആയിട്ട് വരും. അപ്പം ശരീരത്തെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഉറക്കത്തിനാണ്. രണ്ടാമത്തേത് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതി ആയിരിക്കും. അപ്പം നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാവും അല്ലെ. അത് നമ്മൾ പലപ്പോഴും അതൊക്കെ എക്സ്പെൻസീവ് ആണ് എന്ന് കരുതി മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർമാർക്ക് കൊടുക്കുന്ന മാസം 1000-2000 ഒക്കെയും കൊടുക്കുന്നുണ്ടാവും, മരുന്നിന് ചെലവഴിക്കുന്നുണ്ടാവും. പക്ഷെ ആ പൈസ ഒന്നും വേണ്ടി വരില്ല നമ്മൾക്ക് നല്ല ആഹാരം കഴിക്കാൻ. അപ്പം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാം. 23-ാമത്തെ കാര്യം, മീൻസ് ശരീരത്തെ സംരക്ഷിക്കുന്ന സമയത്ത് മൂന്നാമത്തെ കാര്യം വരുന്നത്, ദിവസേന കുറച്ചെങ്കിലും വ്യായാമം ചെയ്യാം. ശരീരത്തിന്റെ സംരക്ഷണത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ വെള്ളം മതിയായി കുടിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടാവും, ഓരോരുത്തരുടെ വെയിറ്റിനനുസരിച്ച്, ഓരോരുത്തരുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ച്. ഒരുപാട് വേർക്കുന്നവരാണെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. കുറഞ്ഞ വേർപ്പ് ഉള്ളവരാണെന്ന് വെച്ചാൽ അവർക്ക് അതിനനുസരിച്ച് വെള്ളം മതി. തടി കൂടുതലുള്ളവർക്ക് വെള്ളം കൂടുതൽ വേണം, തടി കുറഞ്ഞവർക്ക് വെള്ളം കുറവ് മതി. അവരുടെ കായിക ക്ഷമതയ്ക്കനുസരിച്ച് വെള്ളം കൂടുതൽ ചെലവാക്കേണ്ടി വരും, കുടിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ദിവസേന കുറച്ച് സമയം,
അത് തുടങ്ങുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് ആയാലും നമ്മൾ ദിവസവും ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ശീലമായിട്ട് മാറും. പിന്നീട് നമുക്ക് ഈസി ആയിട്ട് അത് 20 മിനിറ്റും അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ ആയിട്ട് മാറ്റാൻ കഴിയും. അപ്പൊ ഫസ്റ്റ് തുടങ്ങുന്ന ദിവസം തന്നെ വ്യായാമം 1 മണിക്കൂർ ചെയ്ത് പിന്നെ രണ്ടാമത്തെ ദിവസം വേദനയായിട്ട് അത് വ്യായാമം നിർത്തുന്ന ലെവലിലേക്ക് പോകരുത്. സ്ഥിരമായിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അഞ്ചാമത്തെ കാര്യം ശരീരം കേൾക്കുക. നമുക്ക് ചിലപ്പോൾ ക്ഷീണം ഉണ്ടാവാം, ചിലപ്പോൾ വേദനകൾ ഉണ്ടാവാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നിന്റെ ശരീരത്തിന് എന്താ കുഴപ്പം, എവിടെയാണ് കുഴപ്പം, എന്താ പറയുന്നത്, ക്ഷീണാണോ എന്നാ കുറച്ച് റെസ്റ്റ് എടുക്കുക. വേദനയാണോ, ആ വേദന പരിഹരിക്കാൻ വേണ്ടത് എന്താണ് ചെയ്യുക. അല്ലാതെ എല്ലാം ഓക്കെ ഓക്കെ നോ പ്രോബ്ലം എന്നുള്ള രീതിയിൽ കഴിഞ്ഞിട്ട് അവസാനം എനിക്ക് തീരെ വയ്യ എന്നുള്ള രീതിയിലാവുന്ന സമയത്തായിരിക്കും നമ്മൾ അതൊക്കെ നോക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മുടെ ശരീരം എന്താണോ പറയുന്നത് അതെല്ലാം ഓരോ ലക്ഷണങ്ങളാവാം. അതിനെ ആവശ്യമായ രീതിയിൽ ചികിത്സിക്കാം. നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തെ നമ്മളല്ലാതെ മറ്റാരാണ് ശ്രദ്ധിക്കുക, അല്ലെ? ആറാമത്തെ കാര്യം, നിങ്ങളുടെ രൂപത്തെ സ്നേഹിക്കാം. പലപ്പോഴും നമ്മുടെ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഒരു പ്രശ്നമാണ് നാട്ടുകാർ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉദ്ദേശിച്ച ഒരു കുഴലിലൂടെ നമ്മൾ എന്ന് ഇറങ്ങി പോകുന്നു അന്നാണ് നമ്മൾ നല്ല ഭംഗിയുള്ളവരായിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്താഗതി. പക്ഷെ ആ ചിന്താഗതി മാറ്റുക. നമ്മൾ ഇപ്പോ ഉള്ള രീതിയിൽ തന്നെ ഈ രൂപത്തിൽ തന്നെ നമ്മൾ ഭംഗിയുള്ളവരാണ്. ഇപ്പോഴത്തെ ഈ രൂപത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങാം. മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, തടി കൂടുതലുള്ളവരാണെന്ന് വെച്ചാൽ കുറയ്ക്കാം. ഓക്കെ, കുറവുള്ളവരാണെന്ന് വെച്ചാൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാം, നോ പ്രോബ്ലം. പക്ഷെ ഇതും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോൾ ഉള്ള രൂപവും എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ രൂപത്തെ സ്നേഹിച്ചു തുടങ്ങുക. സ്നേഹിക്കുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. നമുക്ക് കോൺഫിഡൻസ് തരുന്ന നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. നല്ല പുതിയ വസ്ത്രങ്ങൾ എന്നല്ല പറഞ്ഞു, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. അത് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. എട്ടാമത്തെ കാര്യം, പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കാം. എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തമായിട്ടുള്ള വൃത്തി ശ്രദ്ധിക്കാം. ഏതെല്ലാം രീതിയിൽ നമ്മൾ വൃത്തിയായി നടക്കണോ അത് ശ്രദ്ധിച്ച് ആ രീതിയിൽ തന്നെ നമ്മൾ ദിവസവും അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ഒമ്പതാമത്തെ കാര്യം, ഡിജിറ്റൽ ഡിറ്റോക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ ഫോൺ ഇല്ലാത്ത കുറച്ച് ടൈം നമ്മൾ ഇലക്ട്രോണിക് ഒക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് സമയം നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ, പ്രകൃതിയുമായിട്ട് ഇരിക്കാൻ, അല്ലെങ്കിൽ ഫിസിക്കൽ നമ്മളെ ചുറ്റുവട്ടവുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ നമ്മളെ ഫോണിൽ നിന്നും കുറച്ച് അകലം പാലിക്കുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെയിലി കുറച്ച് മണിക്കൂറുകളാവാം. ചിലപ്പോൾ ഫസ്റ്റ് 1 മണിക്കൂറാവാം, പിന്നീട് 2 മണിക്കൂർ, 4 മണിക്കൂർ, ഈ രീതിയിൽ നമ്മളെ ഫോൺ ഉപയോഗത്തെ ക്രമപ്പെടുത്തുക. അത് നമ്മളെ മെന്റൽ സ്റ്റെബിലിറ്റി കൂട്ടുന്നതിനും സഹായകമാവും. അവസാനത്തെ കാര്യം, ശരീരത്തെ ശ്രദ്ധിക്കുന്നതിൽ പ്രകൃതിയോടടുത്ത് സമയം ചെലവഴിക്കുക. പ്രകൃതിയോടടുത്ത് സമയം ചെലവഴിക്കുക, അത് നമ്മുടെ ഫിസിക്കൽ കെയറിന്റെ ഒരു ഭാഗമാക്കുക. ഓക്കെ, ഇനി നാലാമത്തെ കാര്യമാണ് നമ്മളെ സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മാവിന് വേണ്ടിയിട്ടുള്ള, അല്ലെ? നമുക്ക് തീർച്ചയായിട്ടും ആത്മാവുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയുന്ന റൂഹുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളെ ശരീരം മുഴുവനും ഈ ഇഹലോകത്തുണ്ടായിട്ടും റൂഹ് പോകുന്ന സമയത്തല്ലേ നമ്മൾ മരിക്കുക എന്ന് പറയുന്നത്. ആത്മാവില്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ മരിച്ചു പോകുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരിക്കും. നമ്മളെ ഹൃദയവും തലച്ചോറും കയ്യും കാലും എല്ലതും ഇവിടെ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ആ ആത്മാവിന് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, ദുആയും ദിക്റും പതിവാക്കുക. തീർച്ചയായിട്ടും നമുക്ക് മനസ്സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ ഓർക്കണം എന്ന് അള്ളാഹുവിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദുആയും ദിക്റും പതിവാക്കുക. ദിവസേന കുറച്ചെങ്കിലും ഖുർആൻ ഓതുക. നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഓർക്കാം. നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ തീർച്ചയായും അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം തീർച്ചയായിട്ടും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, അള്ളാഹുവിൽ വിശ്വാസം വർദ്ധിപ്പിക്കുക. അള്ളാഹു എനിക്ക് എല്ലതും ചെയ്യും. അള്ളാഹുവിന്റെ കഴിവുകളെ മനസ്സിലാക്കുക. അള്ളാഹുവിനെ പഠിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അഞ്ചാമത്തെ കാര്യം, നന്ദി പറയുന്ന മനോഭാവം വളർത്തുക. എല്ലാത്തിനും അള്ളാഹുവിനോട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ പരാതി പറയുന്നത് നിർത്തുക.
നന്ദി പറയുന്ന മനോഭാവം വളർത്തുക. അൽഹംദുലില്ലാ എനിക്കത് കിട്ടീന്, അൽഹംദുലില്ലാ എനിക്ക് ഇതുണ്ടല്ലോ, അൽഹംദുലില്ലാ അള്ളാ എനിക്ക് കാണുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ എനിക്ക് കേൾക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, അൽഹംദുലില്ലാ. ഈ രീതിയിൽ എല്ലാ കാര്യത്തിനും ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കാം. ആറാമത്തെ കാര്യം സബർ, ക്ഷമ, ധൈര്യം അഭ്യസിക്കുക. ഇത് രണ്ടും വേണ്ടതാണ്. ഓക്കെ, നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക. അതേപോലെ തന്നെ നമ്മൾ ധൈര്യത്തോട് കൂടിയിട്ട് അള്ളാഹ് നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഏഴാമത്തെ കാര്യം നന്മകൾ ചെയ്യുക. ഇവൻ ചെറുതാണെങ്കിലും ചെറിയ ഒരു ചാൻസ് ആണ് നന്മ ചെയ്യാൻ കിട്ടുന്നെങ്കിലും ഇവൻ ഒരു പുഞ്ചിരി പോലും നന്മയാണെന്ന് പഠിപ്പിച്ചതാണ് അല്ലെ നമ്മളെ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പം നന്മ ചെയ്യാൻ ചെറിയ കാര്യങ്ങളാണെങ്കിലും നന്മ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് നീയത്ത്, ഇന്റൻഷൻ ശുദ്ധമാക്കുക. നമ്മളെ നീയത്ത് ശുദ്ധമാക്കുക. എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ടാക്കുക. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവെ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുക്കുന്നു. നിന്നിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വീട് വൃത്തിയാക്കുന്നു. നിന്നിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെരുപ്പിടുന്നു, വസ്ത്രം ധരിക്കുന്നു. ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിയ്യത്ത് ചെയ്യാം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ടും നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കാം. ഒമ്പതാമത്തെ കാര്യം സമയം കളയുന്ന കാര്യങ്ങൾ കുറയ്ക്കുക. ഞാൻ ഒഴിവാക്കുക എന്നല്ല പറഞ്ഞ് കുറയ്ക്കുക. അത് കുറച്ചിട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അത് മുഴുവനും കൊണ്ട് ഒഴിവാക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ സമയം കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറയ്ക്കാം. 40ാമത്തെ കാര്യം ആഖിറത്തിനെ ഓർത്ത് ജീവിക്കാം. ഓക്കെ, നമുക്കൊരു മരണം വരാനുണ്ട്. ആ മരിച്ച ശേഷം നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോവാനുള്ളത്, അല്ലെങ്കിൽ അന്നേക്ക് എന്തൊക്കെയാണ് ഞാൻ സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലി മാറ്റം വരുത്താം. ഇനി അഞ്ചാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ജീവിതശൈലിയിലും അതേപോലെ തന്നെ ബന്ധങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങളാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലും അതേപോലെ തന്നെ നമ്മൾ ബന്ധങ്ങളിൽ ബൗണ്ടറി സെറ്റ് ചെയ്യാം, അകലം പാലിക്കുക ഈ രീതിയിൽ. അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. നമ്മളെ വിഷമിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. അത് ശരീരം കൊണ്ട് അകലം പാലിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അതെല്ലാം മനസ്സുകൊണ്ട് അകലം പാലിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഏതാണോ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്, ഏതാണോ നമുക്ക് എളുപ്പം അത് ചെയ്യാം. കാരണം ടോക്സിക് എന്ന് പറയുമ്പോൾ തന്നെ അത് വിഷമാണ് അല്ലേ. ആ വിഷമുള്ള ആളുകളിൽ നിന്ന് അകലം പാലിച്ചാലാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും എളുപ്പമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വേദനിപ്പിക്കുന്നവരിൽ നിന്ന്, വിഷമുള്ള അല്ലെ എല്ലാവരെയും കുറ്റം പറഞ്ഞ് നടക്കുന്നവരിൽ നിന്ന്, മറ്റുള്ളവരെ പുച്ഛിച്ച് നടക്കുന്നവരിൽ നിന്ന്, മറ്റുള്ളവരെ കളിയാക്കി നടക്കുന്നവരിൽ നിന്ന്, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ അകലം പാലിക്കുക. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സജ്ജമാക്കാം. നിങ്ങളെ ലൈഫിനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഒന്ന് സ്പിരിച്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞു ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇഹലോകത്ത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യം എന്താണെന്നുള്ളത് നിങ്ങളെ കഴിവുകൾ മനസ്സിലാക്കി, നിങ്ങളെ അവസരങ്ങളും അവസ്ഥകളും നിങ്ങളിപ്പോ ജീവിക്കുന്ന ജീവിതശൈലിയും എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ആഗ്രഹം സെറ്റ് ചെയ്യാം. ആ ആഗ്രഹത്തിലേക്ക് ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾക്ക് എണീക്കാൻ ഒരു കാരണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ജീവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം ദിവസേന ഒരു ചെറിയ റുട്ടീൻ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഒരു ചിട്ടകള്. ഓക്കെ, ഞാൻ ഇന്ന സമയത്ത് എണീക്കും, ഇന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യും, ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കും, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യ രീതിയിൽ ഒരു ചെറിയ റുട്ടീൻ ഉണ്ടാക്കുക, ഒരു ശീലം ഉണ്ടാക്കുക. നാലാമത്തെ കാര്യം പുതിയ കാര്യങ്ങൾ പഠിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, പഠനം നിർത്താതിരിക്കുക. അത് പൈസ കൊടുത്തിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇഷ്ടമായി കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്തായാലും ആ ഒറ്റ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ അതിൽ പ്രോ ആയി മാറും. അഞ്ചാമത്തെ കാര്യം സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാം. ഓക്കെ, അത് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം സോഷ്യൽ മീഡിയകളാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാം. അതിലൂടെ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയും.
ആറാമത്തെ കാര്യം നിങ്ങളുടെ സമയം വിലമതിക്കാം. നിങ്ങളെ ഓരോരുത്തരുടെയും സമയത്തിന് വാല്യൂ ഉണ്ട്. നമ്മൾക്ക് പിന്നീട് പണം കൊടുത്താൽ പോലും കിട്ടാത്തൊരു മുതലാണ് സമയം എന്ന് പറയുന്നത്. ഷോ അന്ന് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് അങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ നാളെ പറയാതിരിക്കാന് ഇന്ന് നമ്മൾ കിട്ടുന്ന സമയം മാക്സിമം നല്ല രീതിയിൽ ചെലവഴിക്കുക. നിങ്ങളെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മള് നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു നല്ല കാര്യം ചെയ്തു. ഓക്കെ, നീ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു, അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്നു, ഒരു 50 പൈസന്റെ ഒരു മിഠായി വാങ്ങി കഴിക്കുന്നത് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാം. നമ്മളെ നമ്മൾ ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവരിൽ വന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ഒരിക്കലും അവരോട് എടുത്ത് പറയൂല അല്ലെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ഞാനും. നമുക്ക് മിസ്റ്റേക്കുകൾ വരാം, പക്ഷെ നമ്മൾ ആ മിസ്റ്റേക്കുകൾ വരുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മളോട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, നിന്റെ അടുത്ത് മിസ്റ്റേക്ക് വന്നത് സാരമില്ല, നമുക്ക് അതിന് സോൾവ് ചെയ്യാം, പരിഹാരം കണ്ടെത്താം. ഈ രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് മാറ്റാം. എട്ടാമത്തെ കാര്യം നിങ്ങളെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ എത്രത്തോളം വളരുന്നുണ്ട്, എത്രത്തോളം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക്, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് അടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. എവിടെ എത്തി എന്നുള്ള ആ റൂട്ട് മാപ്പിൽ ഇപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കുക. ഒമ്പതാമത്തെ കാര്യം നമ്മുടെ ഡ്രീം ലൈഫ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഡ്രീം ലൈഫ് ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, ഞാൻ ഇങ്ങനെ ജീവിക്കണം, അതാണ് എൻ്റെ ഇഷ്ടം എന്നുള്ള ആ ഒരു ലൈഫ് നമ്മൾ മനസ്സിൽ കാണുക, നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ സംഭവിക്കുന്നതായിട്ട് ഒന്ന് മനസ്സിൽ ആ ചിത്രം കാണുക. 50-ാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക, നിങ്ങൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതിലൂടെ നമുക്ക് നല്ല രീതിയിൽ സ്വന്തത്തെ സ്നേഹിക്കാൻ, സെൽഫ് കെയർ അല്ലെ, സെൽഫ് ലവ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും ഇൻഷാ അല്ലാഹ്. സ്വയം സ്നേഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വന്തത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ല, ഒരു സ്വാർത്ഥത കൊണ്ട് വരുന്ന കാര്യമല്ല. അത് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നോണ്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം വേണം. അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരെ ശരിയായി സ്നേഹിക്കാൻ കഴിയുള്ളൂ. ദിവസേന ചെയ്യാനുള്ള പ്രാക്ടീസ്. ഒന്നാമത്തെ കാര്യം ഓർക്കുക, എനിക്ക് ഓക്കെയാണ്, ഞാൻ വിലപ്പെട്ടവളാണ് എന്ന് പറയാം. നമ്മൾ നമ്മളോട് തന്നെ പറയാം. അതേപോലെ രാത്രിയിൽ ഇന്ന് നമ്മൾ ചെയ്ത 3 നല്ല കാര്യങ്ങളൊന്ന് ഓർക്കുക. ദിവസത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇതിനെല്ലാം നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് നടത്തുന്ന ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ തീർച്ചയായും ജോയിൻ ചെയ്യാം. മാസം 300 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അതിൽ ഖുറാൻ ഹിഫ്ള്, തഫ്സീർ, തർജമ, എങ്ങനെ നല്ല മുസ്ലിമയായി ജീവിക്കാം എന്നീ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം. ഇപ്പം മാസം വെറും 300 രൂപയ്ക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും മാസങ്ങളിൽ ഫീസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പം ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, ഇനി കാത്തിരിക്കരുത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.